എല്ലാവർക്കും നമസ്കാരം. താലിസ്മൻ IAS അക്കാഡമിയുടെ ഇക്കണോമിക് സർവേ 2021-22 ഫൈനൽ പാർട്ട് ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സിലായിട്ട് 3 ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്ത ചാപ്റ്ററുകളിലെ ഒരു ജിസ്റ്റ് നമ്മൾ ഈ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചാപ്റ്റർ 4 മോണിറ്ററി മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം വരുന്നത് മോണിറ്ററി ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ട് റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ റേറ്റിനെ കുറിച്ചിട്ടാണ്. റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണും. അതായത് 2020 ഒരു ഏപ്രിൽ ഓഗസ്റ്റ് ഒക്കെ തൊട്ട് പിന്നെ 2021 ഡിസംബർ വരെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. കുറഞ്ഞു വന്നു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ റേറ്റിന്റെ ഒരു എഫക്റ്റ് എന്താണ് നമ്മുടെ ഇക്കോണമിയിൽ? റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് RBI നിന്ന് കൊടുക്കുന്ന ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുമ്പോൾ അതിന് ഈടാക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റീപ്പോ റേറ്റ്. അപ്പോൾ റീപ്പോ റേറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ RBI നിന്ന് അധികം ലോൺ എടുക്കില്ല. പക്ഷെ റീപ്പോ റേറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ അവൈലബിലിറ്റി കൂടുതലാണ്, ഇക്കോണമിയിലും മണി സപ്ലൈ കൂടുതലാണ്. അതേസമയം റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ്, തിരിച്ച് ലോൺ എടുക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് റീപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBIക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകൾക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് അത് വലിയൊരു ഇൻസെന്റീവ്സ് ഒന്നും കിട്ടാനില്ല. പക്ഷേ റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ബാങ്കുകൾക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് RBIയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ലോൺ കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ റീപ്പോ ആൻഡ് റിവേഴ്സ് റീപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയിൽ മണി സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കോവിഡിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് പറയുന്നത് മണി സപ്ലൈ കൂട്ടുന്ന ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ റീസെൻ്റ്ലി നമുക്കിപ്പോൾ ഈ ഒരു മന്തിലൊക്കെ ഈ മെയ് മാസത്തിൽ റീപ്പോ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. കാരണം ഇൻഫ്ലേഷൻ നമുക്ക് കൂടി വരാണ്. ഹോൾസെയിൽ പ്രൈസിൻ്റെ ഇൻഫ്ലേഷനൊക്കെ ഡബിൾ ഡിജിറ്റ് ആയ ഒരു സാഹചര്യത്തിൽ RBI മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ റീപ്പോ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇക്കണോമിക് സർവേ പുറത്തിറക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് 4% റീപ്പോ റേറ്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പോയിന്റ് നമുക്ക് വായിച്ചു നോക്കാം. ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം റിമൈൻഡ് ഇൻ സർപ്ലസ്. ധാരാളം സർപ്ലസ് ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് cash was available in the economy. Repo rate was maintained at 4% in 2021-22. Okay. RBI undertook various measures such as G-SAP acquisition program and special long-term repo operations to provide further liquidity. അതായത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? G-SAP acquisition program. RBI G-SAP വാങ്ങിക്കുക. G-SAP acquire എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഫുൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. G-SAP എടുത്തു കഴിയുമ്പോൾ മണി ഇക്കോണമിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റീപ്പോ ഓപ്പറേഷൻസ് ലോങ് ടൈം ആയിട്ട് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആക്കി അത് കുറച്ച് കൊണ്ടുവന്നിട്ട് കൺസിസ്റ്റന്റ് ആക്കി നിർത്തുകയാണ് ചെയ്തത്. പിന്നെ ഈ കുറച്ച് കാര്യങ്ങൾ, അതായത് ലിക്വിഡിറ്റി സപ്പോർട്ട് ഉണ്ടാവാൻ വേണ്ടി, അതായത് നമ്മുടെ ഇക്കോണമിയിൽ മണി അവൈലബിൾ ആവാൻ വേണ്ടി പല വഴികളിലൂടെ RBI കുറെ മണി ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇക്കോണമിക് സിസ്റ്റത്തിലേക്ക്. അതിൽ ചില കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്പെഷ്യൽ റീഫിനാൻസ് ഫെസിലിറ്റീസ് ഓഫ് 66,000 crore to all India financial institutions including NABARD National Housing Bank, Small Industries Development Bank of India അഥവാ SIDBI. ഇത്രയും ഒരു മണി ഈ പറഞ്ഞ 3 ബാങ്കുകൾ വഴിയായിട്ട് ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേം ലിക്വിഡിറ്റി ഫെസിലിറ്റി ഓഫ് 50,000 crore ടു റാമ്പ് അപ്പ് കോവിഡ് റിലേറ്റഡ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ് ഇൻ ദ കൺട്രി. കോവിഡ് വന്ന സമയത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്രീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മറ്റ് പലതരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഹെൽത്ത് സെക്ടറിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ള ഒരു 50,000 crore വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി മാർക്കറ്റ് G-SAP അക്വിസിഷൻ പ്രോഗ്രാം. G-SAP ഗവൺമെന്റ് അല്ലെങ്കിൽ RBI G-SAP എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ഇക്കോണമിക്ക് ഫ്ലോ ആക്കുന്ന ഒരു കാര്യമാണ്. ഇനി കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് RBI എങ്ങനെയാണ് ലിക്വിഡിറ്റി സപ്പോർട്ട് തന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം ഉണ്ടായി നമുക്ക് നോക്കാം. ദ ഇക്കണോമിക് ഷോക്ക് ഓഫ് ദ പാൻഡമിക് ഹാസ് ബീൻ വെതേർഡ് വെൽ ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് സിസ്റ്റം. കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റത്തിന് നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ ഒരു ഇക്കണോമിക് ഷോക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ പാൻഡമിക്കിന്റെ സമയത്ത്. Year-over-year bank credit growth accelerated gradually in 2021-22 from 5.3% in April 2021 to 9.2% as on 31st December 2021. ക്രെഡിറ്റ് അവൈലബിലിറ്റി, ക്രെഡിറ്റിലുള്ള ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 5% നിന്ന് 9% വളർന്നു
ഏപ്രിൽ 2021 ഏപ്രിൽ തൊട്ട് 2021 ഡിസംബർ ആയപ്പോഴത്തേനും അത്രയും ഒരു വളർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കൂടാന്ന് പറഞ്ഞാൽ അപ്പോഴും മണി അവൈലബിൾ ആവുക, ഇൻഡസ്ട്രീസിലേക്കും ഒക്കെ കൂടുതൽ മണി അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. പിന്നെ ദ ഗ്രോസ് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് റേഷ്യോ ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് declined from 11.2% at the end of 2017-18 to 6.9% at the end of September 2021. എന്താണ് നമുക്ക് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് റേഷ്യോ ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് തിരിച്ച് നമുക്ക് ഇൻട്രസ്റ്റും ഇല്ല, അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നില്ല, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഡിക്ലൈൻ ചെയ്താണ് നമുക്ക് കാണാം. 11.2% 6.9 ആയിട്ട് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് റേഷ്യോ എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് റേഷ്യോ ഡിക്ലൈൻഡ് ഫ്രം 6% to 2.2% ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. നെറ്റ് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് അതും കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് നോർമലി പറയുന്നത് എന്താണ്, നമുക്ക് ലോൺ കൊടുത്തിരിക്കുന്നു പക്ഷെ അതിന്റെ ഒരു തിരിച്ചടവുകളും ബാങ്കിലേക്ക് വരുന്നില്ല, പേയ്മെന്റ് വരുന്നില്ല. അതാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്, നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെ, ആ ഒരു റേഷ്യോ നമുക്ക് നോക്കാം. അഡ്വാൻസിങ്, അതായത് ആ ഒരു റേഷ്യോ നമുക്ക് കൂടിയിട്ട് അത് കുറഞ്ഞു വരുന്നതാണ് കാണാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് നമ്മളിവിടെ ഒരു പിക്ചറായിട്ട് കാണുന്നത്. അതായത് ഗ്രോസ് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ്, നെറ്റ് നോൺ പെർഫോമിംഗ് അഡ്വാൻസസ് റേഷ്യോ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അടുത്തതാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ടു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കണ്ടിന്യൂ ടു ഇൻക്രീസ് ഫ്രം 13% in 2013-14 to 16.54% at the end of September 2021. ഇപ്പൊ എന്താണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ CRAR എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കുന്ന ഒരു റേഷ്യോ ആണ് ഈ CRAR എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്, ഒരു ലോൺ കൊടുക്കുമ്പോൾ അതിന്റെ മോർട്ട്ഗേജിനേക്കാളും നമുക്ക് കൂടുതൽ വാല്യൂ ഉള്ള, നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് എത്ര വാല്യൂ ലോൺ കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കൊളാട്രൽ സെക്യൂരിറ്റി അവിടെ വേണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് അതിനുള്ളൊരു ക്യാപിറ്റൽ നമുക്ക് വേണം. നമുക്ക് റിസ്കി ആയിട്ടുള്ള അസറ്റ് എത്ര നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു ക്യാപിറ്റൽ ഇപ്പുറത്ത് വേണം എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ട്. 13% ആയിരുന്നു 2013 കാലഘട്ടത്തിൽ, അതിൽ നിന്ന് 16.54% ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബാങ്കിങ് രംഗത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ദ റിട്ടേൺ ഓൺ അസറ്റ്സ് ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് കണ്ടിന്യൂ ടു ബി പോസിറ്റീവ് ഫോർ ദ പീരിയഡ് എൻഡിങ് സെപ്റ്റംബർ 2021. അപ്പൊ അസറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ ഷെയറുകളിൽ നിന്നുള്ള വരുമാനം പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് വളരെയധികം കൂടിയിരിക്കുന്നു. Then the improvement in CRAR levels of public sector banks was due to capital infusion by the government alongside fundraising from the markets. ഇനി എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ, അതിനെ നമുക്ക് ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ എന്ന് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. ഈ ലെവല് കൂടിയെന്ന് പറഞ്ഞു, ഇമ്പ്രൂവ്മെന്റ് വന്നു. അതിനൊരു കാരണമായിട്ട് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഉണ്ടായിട്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ നിന്ന് ഗവൺമെന്റ് ഫണ്ട് റേസ് ചെയ്തിട്ട് അത് ഈ ബാങ്കിലേക്ക് ഇവിടെ ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ക്യാപിറ്റൽ, അവിടെ ഒരു അസറ്റ് വർദ്ധിക്കാനായിട്ടൊരു കാരണം. ദെൻ ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ അഥവാ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കൂടി വരുന്നതായിട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്ന് പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, മോണിറ്ററി ട്രാൻസ്മിഷൻ, ബാങ്ക് ലെൻഡിങ് ആൻഡ് ഡെപ്പോസിറ്റ് റേറ്റ്സ്. ഇനി അതൊന്ന് നമുക്ക് നോക്കാം. ബാങ്കിന്റെ ലെൻഡിങ് എങ്ങനെയായിരുന്നു, ഡെപ്പോസിറ്റ് എങ്ങനെയായിരുന്നു നോക്കാം. ഈ ഒരു പിക്ചർ നമുക്ക് ഒന്ന് നോക്കാം. അതിന് മുന്നേ ഒന്ന് വായിക്കാം. RBI has reduced repo rate by 250 basis points since February 2019, the current easing cycle. The weighted average lending rate on fresh rupee loans declined by 197 basis points and by 133 basis points on outstanding loans during the period February 2019 to November 2021. RBI repo rate കുറച്ചതായിട്ട് നമുക്ക് കാണാം. വെയ്റ്റഡ് ആവറേജ് ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് അതായത് ഫ്രഷ് റുപ്പി ലോൺ നമ്മൾ കൊടുക്കുന്നത് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ നിലവിൽ ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് ലോൺസിൽ തന്നെ അവിടെയും നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ബാങ്ക് ലെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു പിക്ചറിലും കാണാൻ സാധിക്കുന്നത്. പക്ഷെ ബാങ്കിന്റെ
ക്രെഡിറ്റ് ഗ്രോത്ത്, ബാങ്ക് ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അത് കൂടുന്നതായിട്ട് കാണാം. ഇയർ ഓവർ ഇയർ ഗ്രോത്ത് ബാങ്കിന്റെ കൂടുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ സെക്ടറൽ ക്രെഡിറ്റ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ സെക്ടറൽ ക്രെഡിറ്റിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോയിട്ടുള്ളത് നമുക്ക് ഈ ബ്ലൂ കളറിൽ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, പേഴ്സണൽ ലോൺസ് ആണ്. പേഴ്സണൽ ലോൺസ് കൂടുതലായിട്ട് പോയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട്. അതിന് താഴെ കാണുന്ന ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിനുള്ള ലോൺ നമുക്ക് പോയിട്ടുണ്ട്. പിന്നെ യെല്ലോ കളറിലാണ് സർവീസസ് ആണ്. സർവീസസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ലോൺ ഉണ്ടായിരുന്നത്. അത് പിന്നെ കുറഞ്ഞ് വന്ന് അത് ഏറ്റവും കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം സർവീസ് സെക്ടറാണ് നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കുറച്ച് പെർഫോം ചെയ്തിട്ടുള്ള ഒരു മേഖല. അപ്പോൾ ലോണും അവിടെ കുറവായിരുന്നു. ദെൻ ഇൻഡസ്ട്രി നോക്കാം. ഇൻഡസ്ട്രി വളരെയധികം കുറഞ്ഞു പോയി, ഏറ്റവും ബാക്കിലായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രി പതുക്കൊന്നും കയറി വന്നിരിക്കുന്നു. അപ്പോൾ സെക്ടറൽ ക്രെഡിറ്റ് ഓരോ സെക്ടറിക്ക് എത്രത്തോളം ക്രെഡിറ്റ് പോയി അതനുസരിച്ചിട്ടാണ് അവിടുത്തെ ഒരു വളർച്ചയും നിലനിൽക്കുന്നത്. നമുക്ക് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് സെക്ടർ ഒന്ന് നോക്കാം. ക്രെഡിറ്റ് ഗ്രോത്ത്, NBFCയുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം. It is continued to remain sluggish in 2021-22 so far. കാരണം NBFCയുടെ ക്രെഡിറ്റ് ഗ്രോത്ത് കുറവായിരുന്നു, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് എന്ന് വെച്ചാൽ അത് ഇങ്ങനെ കുറഞ്ഞ് അങ്ങനെ നിൽക്കായിരുന്നു, വലിയ വളർച്ചയൊന്നുമില്ല. അതാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഈ ഒരു പിക്ചറിൽ കാണാം. ഫിഗർ 15 ക്രെഡിറ്റ് ഗ്രോത്ത് ഫ്രം NBFC. അത് കുറഞ്ഞ് വന്നിട്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ NBFC's ക്രെഡിറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് അത് നമുക്ക് വലിയ വളർച്ചയൊന്നും ഇല്ല. 2019 12.2 ആയിരുന്നു, 2020 കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 2021 അതൊന്ന് ജസ്റ്റ് കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി സെക്ടറിൽ നിന്നുള്ളൊരു ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ദി സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് NBFC ക്രെഡിറ്റ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്ന് ഏതൊക്കെ സെക്ടറിലേക്ക് എങ്ങനെയൊക്കെ ക്രെഡിറ്റ് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇൻഡസ്ട്രി ആണ്. ഇൻഡസ്ട്രിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോയിട്ടുള്ളത്. അതായത് 2020-21 ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ വരുന്നത് റീറ്റെയിൽ ലോൺസ് ആണ് വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് സർവീസസ് വരുന്നുണ്ട്. സർവീസ് സെക്ടറിക്ക് കുറച്ച് ലോണേ ഉള്ളൂ. അതർ നോൺ ഫുഡ് ക്രെഡിറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിലാണ്. പക്ഷെ നമ്മുടെ മറ്റേ കൊമേഴ്ഷ്യൽ നമ്മുടെ ബാങ്കുകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കണ്ടല്ലോ, ഇവിടെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്ടറൽ ക്രെഡിറ്റ് പോയിട്ടുള്ളത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിക്കാണ് സെക്കൻഡ് വൺ ആയിട്ട് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേഴ്സണൽ ലോൺസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളിൽ നിന്ന് ഏറ്റവും കുറച്ച് ലോൺ എടുത്തിരുന്നത് അഗ്രികൾച്ചർ ലോൺസ് ആണ്. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഒരു 89,066 crore റേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി. ഒരു 75 കമ്പനീസ് എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾ അവരാദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ്, പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 75 ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് അവിടെ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് മച്ച് ഹയർ ദാൻ ഇൻ എനി ഇയർ ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ്. കഴിഞ്ഞൊരു 10 വർഷത്തിൽ വന്നിട്ടുള്ള IPOയിൽ വെച്ചിട്ട് ഏറ്റവും കൂടിയതാണ് ഈ ഒരു വർഷം നടന്നിട്ടുള്ള ഈ പറഞ്ഞ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അതൊരു നല്ല സൂചനയാണ്. അതായത് കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ കുറേ സ്റ്റാർട്ടപ്പുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സെൻസെക്സ് ആൻഡ് നിഫ്റ്റി സ്കെയിൽഡ് അപ്പ് ടു ടച്ച് പീക്ക് അറ്റ് 61,766 and 18,477 on October 18, 2021. Among major emerging market economies, Indian markets outperformed peers in April-December 2021. നമ്മൾ മേജർ ഇക്കോണമീസ്, എമർജിങ് ഇക്കോണമീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാപിറ്റൽ ഇൻഫ്ലോ ഒക്കെ ഇന്ത്യയിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ഈ സെൻസെക്സും നിഫ്റ്റിയും പോകുന്ന ഒരു പോക്ക് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ നമുക്കറിയാം കൂടി പോകുന്നതാണ്, ഒരു ഗ്രോത്ത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് ഗ്രോത്ത് ആണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കാണുന്നത്. ഇൻഷുറൻസ് സെക്ടറിലുള്ള മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. Internationally, the potential and performance of the insurance sector are generally assessed on the basis of two parameters. എന്തൊക്കെയാണ്? ഇൻഷുറൻസ് പെനിട്രേഷൻ ആൻഡ് ഇൻഷുറൻസ് ഡെൻസിറ്റി. ഇൻഷുറൻസ് സെക്ടറിന്റെ പെർഫോമൻസ് നമ്മൾ അളക്കുന്നത് 2 തരത്തിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. ഒന്ന് ഇൻഷുറൻസ് പെനിട്രേഷൻ, 2 ഇൻഷുറൻസ് ഡെൻസിറ്റി. അപ്പൊ ഇൻഷുറൻസ് പെനിട്രേഷൻ എന്താ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ടു GDP.
അപ്പോൾ GDP-യുടെ എത്ര ശതമാനം നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഷുറൻസ് പെനിട്രേഷൻ. അത് എത്രത്തോളം പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇൻഷുറൻസ് ഡെൻസിറ്റി ആണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ റേഷ്യോ ഓഫ് പ്രീമിയം ടു പോപ്പുലേഷൻ മെഷേർഡ് ഇൻ US$ ഫോർ കൺവീനിയൻസ് ഓഫ് ഇന്റർനാഷണൽ കമ്പാരിസൺ. അപ്പം ഡോളറിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് റേഷ്യോ ഓഫ് പ്രീമിയം ടു പോപ്പുലേഷൻ, പോപ്പുലേഷൻ എത്ര പ്രീമിയം ഉണ്ട്, അത് ഈ പോപ്പുലേഷൻ എത്രയുണ്ട്, ആ ഒരു കണക്കിലാണ് ഇൻഷുറൻസിന്റെ ഡെൻസിറ്റി നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇൻഷുറൻസ് സെക്ടറിനെ വിലയിരുത്തുന്നത്. ഇൻഷുറൻസ് പെനിട്രേഷൻ, ഇൻഷുറൻസ് ഡെൻസിറ്റി. പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ടു GDP. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ പ്രീമിയം ടു പോപ്പുലേഷൻ. ഇന്ത്യയിൽ ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറയുന്നത് 2.71% ആണ്. അത് ഇറ്റ് വാസ് സ്റ്റഡിലി ഇൻക്രീസ് ടു 4.2% ഇൻ 2020. അപ്പോൾ ഇന്ത്യയിൽ ഇൻഷുറൻസ് പെനിട്രേഷൻ കൂടുതലാണ്, അതായത് കൂടുതൽ പേര് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇനി ഇൻഷുറൻസ് ഡെൻസിറ്റി ആണെങ്കിൽ നമുക്ക് കൂടിയതായിട്ട് കാണാം. നമ്മൾ പറഞ്ഞിരുന്നത് ഡോളറിലാണ് കണക്കാക്കുന്നത്. 11.5% ആയിരുന്നു, $5 ആയിരുന്നു 2001 അത് ഇപ്പോൾ $78 മാറി 2020. അപ്പം വലിയൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷുറൻസ് സെക്ടർ ഇന്ത്യയുടെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. പെൻഷൻ സെക്ടറിലുള്ള മാറ്റം നോക്കാം. കുറേ പേര് പെൻഷൻ സ്കീമിലേക്ക് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാം. ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് അണ്ടർ ന്യൂ പെൻഷൻ സ്കീം NPS and Adult Pension Yojana increased from 374.32 lakh as on September 2020 to 463 lakh as on September 2021, recording a growth of 23.7% over the year. പെൻഷൻ സെക്ടറിൽ 23% വളർച്ച കാണിക്കും. പെൻഷൻ സെക്ടറിലും വളർച്ചയാണ്. നമുക്ക് ഇൻഷുറൻസ് സെക്ടറിലും വളർച്ചയാണ്, പെൻഷൻ സെക്ടറിലും വളർച്ചയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 5 ആണ്, പ്രൈസസ് ആൻഡ് ഇൻഫ്ലേഷൻ ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ജിസ്റ്റ് നമുക്കൊന്ന് കാണാം. ദ ആവറേജ് ഹെഡ്ലൈൻ CPI കമ്പൈൻഡ് ഇൻഫ്ലേഷൻ മോഡറേറ്റഡ് ടു 5.2% ഇൻ 2021-22 from 6.2% in the corresponding period of 2020-21. The decline in retail inflation was led by easing of food inflation. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് 6.6% നിന്ന് 5.2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 2020-21 കാലഘട്ടത്തിൽ നിന്ന് 2020-21 ഏപ്രിൽ ഡിസംബർ വെച്ച് നോക്കുമ്പോൾ 2021-22 ഏപ്രിൽ ഡിസംബർ നമ്മൾ നോക്കുമ്പോൾ 6.6 5.2 ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. അതെന്തുകൊണ്ടാണ്? ഫുഡ് ഇൻഫ്ലേഷനിൽ ഇതിൽ കുറവ് വന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. ഇപ്പം ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ നമുക്ക് 6.5 ഒക്കെ ആയി. CPI ഇൻഫ്ലേഷൻ, WPI ഇൻഫ്ലേഷൻ നമുക്ക് 2 ഡിജിറ്റ് 15 എത്തിയിരുന്നു. ഇനി ഫുഡ് ഇൻഫ്ലേഷൻ averaged at a low of 2.9% in 2021-22 as against 9.1% in the corresponding period last year. അപ്പോൾ 9.1% നിന്ന് ഫുഡ് ഇൻഫ്ലേഷൻ 2.9 ആയിട്ട് കുറച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഓവറോൾ CPI കമ്പൈൻഡ് ഇൻഫ്ലേഷനിലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. Then effective supply side management kept prices of most essential commodities under control ഡ്യൂറിങ് ദ ഇയർ. ഇപ്പം സപ്ലൈ സൈഡ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് നടന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നാണ് നമ്മുടെ എക്കണോമിക് സർവേ പറയുന്നത്. പ്രൊയാക്റ്റീവ് മെഷേഴ്സ് വെർ ടേക്കൺ ടു കണ്ടെയ്ൻ ദ പ്രൈസ് റൈസ് ഇൻ പൾസസ് ആൻഡ് എഡിബിൾ ഓയിൽസ്. പൾസസ് എഡിബിൾ ഓയിൽസിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. റിഡക്ഷൻ ഇൻ സെൻട്രൽ എക്സൈസ് ആൻഡ് സബ്സീക്വന്റ് കട്ട്സ് ഇൻ value added tax by most states help to decrease petrol and diesel prices. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കുറച്ച് കാരണം പെട്രോൾ ഡീസൽ വിലയൊക്കെ കുറയ്ക്കാനായിട്ട് പല സംസ്ഥാനങ്ങളിലും അതൊക്കെ വാറ്റൊക്കെ കുറച്ചു. അത് ഒരു കാരണമായിട്ടുണ്ട്. Then wholesale inflation based on wholesale price index rose to 12.5% during 2021-22. നേരത്തെ നമ്മൾ പറഞ്ഞത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് അല്ലെ. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്മൾ നോക്കുന്നത് എപ്പോഴും ഒരു റീറ്റെയിൽ ബേസിലാണ്, കൺസ്യൂമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ട് ബിസിനസ്സുകാർ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് റീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഇപ്പോഴും CPI-നേക്കാളും കൂടിയാണ് ഇരിക്കുന്നുണ്ടാവുക നോർമലി.
അപ്പോൾ അത് 12.5% കൂടിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം. ലോ ബേസ് ഇൻ ദ പ്രീവിയസ് ഇയർ. കണ്ടോ, പ്രീവിയസ് ഇയറിൽ ഇതിന്റെ ബേസ് കുറവായതുകൊണ്ട് ഇപ്രാവശ്യം അത് വലുതായി കാണിച്ചു എന്ന് പറയുന്നത്. പിക്കപ്പ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി ഇങ്ങനെ കൂടി വന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടി എന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരു കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വന്ന സമയമാണല്ലോ. ഇക്കോണമിയിൽ കൂടുതലായിട്ട് മണി ഇഞ്ചക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ലിക്വിഡിറ്റി അവൈലബിൾ ആക്കിയിരുന്നു. അപ്പോൾ ആ ഇക്കണോമിക് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഇൻഫ്ലേഷനും കൂടി വരുന്നു. ദെൻ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ പ്രൈസസ് ഓഫ് ക്രൂഡ് ഓയിൽ ആൻഡ് അതർ ഇമ്പോർട്ടഡ് ഇൻപുട്സ്. ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുന്നതും നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ, ഇമ്പോർട്ട് നമുക്ക് കൂടുതലായിരുന്നു എക്സ്പോർട്ടിനേക്കാളും, ഇമ്പോർട്ട് കൂടുന്നതും ഇതിന് കാരണമായിരിക്കുന്നു. ദെൻ ഹൈ ഫ്രീറ്റ് കോസ്റ്റ്, ചരക്കുകളുടെ നീക്കത്തിനുള്ള കോസ്റ്റ് കൂടിയതും നമുക്കൊരു കാരണമായി തീർന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ലോ ബേസ് ഇൻ ദ പ്രീവിയസ് ഇയർ, പിക്കപ്പ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റി, ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ പ്രൈസസ് ഓഫ് ക്രൂഡ് ഓയിൽ ആൻഡ് അതർ ഇമ്പോർട്ടഡ് ഇൻപുട്സ്, ഹൈ ഫ്രീറ്റ് കോസ്റ്റ്. Then divergence between CPI combined and WPI inflation peaked to 9.6 percentage points in May 2020. CPI WPI തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അതൊരു 9.6% പോയിന്റ് ആയിട്ട് നമ്മൾ നിന്നാണ് പറയുന്നത്. ഓക്കെ, then however this year there was a reversal in divergence with retail inflation falling below wholesale inflation by 8 percentage point in December 2021. പക്ഷെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കണ്ടോ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഹോൾസെയിൽ ഇൻഫ്ലേഷനേക്കാളും കുറവ് വന്നിട്ടുണ്ട്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഹോൾസെയിൽ ഇൻഫ്ലേഷനേക്കാളും കുറവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനാണ്, കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷനാണ്. ദ ഡൈവർജൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ്. എന്തുകൊണ്ടാണ് ഇത് തമ്മിലുള്ള ഇത്ര ഒരു വ്യത്യാസം വരാനുള്ള കാരണം നമുക്ക് പറയാം. വേരിയേഷൻസ് ഡ്യൂ ടു ബേസ് ഇഫക്റ്റ്. രണ്ട് എണ്ണം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു ബേസ് എടുക്കുമല്ലോ, അപ്പോൾ അതിൽ വന്നിട്ടുള്ള വേരിയേഷൻ ആണ്. ദെൻ ഡിഫറൻസ് ഇൻ സ്കോപ്പ് ആൻഡ് കവറേജ് ഓഫ് ദ ടു ഇൻഡിസസ്. അതായത് രണ്ട് ഇൻഡിസസിലും കവർ ചെയ്യുന്ന സാധനങ്ങൾ, നമുക്ക് WPI ആണെങ്കിലും CPI ആണെങ്കിലും നമ്മൾ ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോൾ രണ്ടിലും കൊടുക്കുന്ന നമ്മൾ എടുക്കുന്ന വസ്തുക്കളുടെയും അതിന്റെ വെയിറ്റേജ് നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷൻ എന്താണെന്നുള്ളത് ഇൻഫ്ലേഷൻ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് പോയി കാണണം അതറിയാത്തവര്. പിന്നെ പ്രൈസ് കളക്ഷൻസ്, ഐറ്റംസ് കവേർഡ്, എന്തൊക്കെ ഐറ്റമാണ് കവർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ഇപ്പൊ ഫുഡ് ആൻഡ് ഫ്യൂവൽ വരുമ്പോൾ അതിന് ഉള്ള നമുക്ക് ഇൻഫ്ലേഷൻ കൂടും അല്ലെ, കാരണം ഫ്യൂവലിന്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഫ്യൂവലിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഇൻഡെക്സിൽ നമുക്ക് കൂടുതൽ ഇൻഫ്ലേഷൻ കാണാൻ സാധിക്കും. ദെൻ ഡിഫറൻസ് ഇൻ കമോഡിറ്റി വെയിറ്റ് അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ വെയിറ്റേജ് കൊടുക്കുന്ന വ്യത്യാസമുണ്ട്, അതെല്ലാം നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ WPI ബീങ് മോർ സെൻസിറ്റീവ് ടു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ലെഡ് ബൈ ഇമ്പോർട്ടഡ് ഇൻപുട്സ്. ഇപ്പൊ WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പറഞ്ഞുള്ള ബിസിനസ്സുകാരിൽ നിന്ന് അവർ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ ട്രേഡ് ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ WPI എടുക്കുന്നത്. അപ്പോൾ അത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷന് കൂടുതൽ കാരണമാകും. കാരണം അവർ ഇൻപുട്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ടാണ് അവർ ഗുഡ്സ് വിൽക്കുന്നത്. അപ്പൊ ആ ഒരു കോസ്റ്റ്, അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് WPI ഇൻഫ്ലേഷനിൽ കാണിക്കും. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. Then with the gradual weaning of base effect in WPI, the divergence in CPI combined and WPI is also expected to narrow down. ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം കുറഞ്ഞ് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്താണ് ചാപ്റ്റർ 6 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നമുക്ക് നോക്കാം. ഇന്ത്യസ് ഓവറോൾ സ്കോർ ഓൺ ദ നിതി ആയോഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് Goal India Index and Dashboard improved to 66 in 2020-21 from 60 in 2019-20 and 57 in 2018-19. അതായത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 എണ്ണമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണലി. പക്ഷെ ഇന്ത്യയുടെ നിതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി ഒരു SDG ഇൻഡെക്സ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി ഒരു ഇൻഡെക്സ് പുറത്തിറക്കുന്നുണ്ട്. അതാണ് നിതി ആയോഗ് SDG ഇന്ത്യ ഇൻഡെക്സ് ആൻഡ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് 60 നിന്ന് 66, ആദ്യം 57 ആയിരുന്നു 2018-19, 19-20 60ആയി, പിന്നെ അത് 66 മാറിയിട്ടുണ്ട്. അതിനകത്ത് നമ്പർ ഓഫ് ഫ്രണ്ട് റണ്ണേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്കോർ 65-99 ഇടയിൽ വരാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് റണ്ണേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇത് 66 എന്ന് നമ്മൾ പറഞ്ഞു, 2020-22 66 ആവാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് റണ്ണേഴ്സിലേക്ക് കടന്നിട്ടുണ്ട് അല്ലെ.
Number of front runners increased to 22 states and union territories in 2020-21 ഫ്രം 10 in 2019-20. അപ്പോൾ ഈ ഒരു സ്കോറിലേക്ക് വന്നത് അതിന് മുന്നത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കോറിലേക്ക്, അതായത് ഈ 95-99 സ്കോറിൻ്റെ ഉള്ളിലേക്ക് എത്തിയത് 10 സ്റ്റേറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഈ കഴിഞ്ഞ വർഷം അത് 22 സ്റ്റേറ്റ് ആയിട്ട് മാറി. നമ്പർ ഓഫ് ഫ്രണ്ട് റണ്ണേഴ്സ്, അതായത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് സ്റ്റേറ്റ്സ് ഇങ്ങനെ അച്ചീവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ 64 districts were front runners and 39 districts were performers in the Niti Aayog നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഡിസ്ട്രിക്ട് STG ഇൻഡെക്സ് 2021-22. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണെങ്കിൽ 64 ജില്ലകൾ ഈ ഫോറിനേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. 39 പേര് പെർഫോമേഴ്സ് ആയിട്ടും വന്നിട്ടുണ്ട്, അതിന് താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇങ്ങനെ അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഓവറോൾ റാങ്ക് എന്ന് പറയുന്നത് നമുക്ക് 66 മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 22 സംസ്ഥാനങ്ങൾ ഈ ഒരു നമ്പർ ഓഫ് ഫോറിനേഴ്സ്, അത് 65-99 എബോവ് 65 സ്കോറിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പെർഫോമൻസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നിതി ആയോഗിന്റെ. നമുക്ക് നോക്കാം. ഈ 66 കിട്ടിയിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗ്രീൻ കാണുന്ന പിക്ചർ ഉണ്ടല്ലോ, ഫ്രണ്ട് റണ്ണേഴ്സ്. അതിൽ ഈ 66 സ്കോർ കിട്ടുന്ന സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നിൽക്കുന്നത് കേരളയാണ്. കേരള, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ്. കണ്ടോ, ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് കേരളയാണ് കേട്ടോ. കേരള, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തരാഖണ്ഡ് അങ്ങനെ പോകുന്നുണ്ട്. ഗോവ, കർണാടക, സിക്കിം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, പഞ്ചാബ്, മിസോറാം, ഹരിയാന, ത്രിപുര. 65 വരെയുള്ള റാങ്ക്സ് ആണ്. പിന്നെ പെർഫോമേഴ്സ് എന്ന് പറയുന്നത് നോക്കിയാൽ പെർഫോമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ 52 to 64 വരെയുള്ളതാണ്. മണിപ്പൂർ, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ് അങ്ങനെ കുറച്ച് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, യൂണിയൻ ടെറിട്ടറികളിൽ ഏറ്റവും കൂടുതൽ റാങ്ക് വന്നത് ചണ്ഡീഗഡ് ആണ്. നമുക്ക് താഴെ എഴുതിയിട്ടുണ്ട്. ചണ്ഡീഗഡ് retained its top rank among union territories in 2020-21, while Puducherry, Lakshadweep and Delhi score 68 ആണ് ranked second. Puducherry made the highest gain 9 points in 2020-21, followed by Delhi, Jammu and Kashmir and Ladakh. Okay, then India has the 10th largest forest area in the world. അടുത്ത പോയിന്റ് ആണ് ഇന്ത്യക്ക്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഫോറസ്റ്റ് ഏരിയ? 10th largest forest area വേൾഡിൽ ഇന്ത്യക്ക് ഉണ്ട്. In 2020, India ranked 3rd globally in increasing its forest area during 2010 to 2020. ഈ ഒരു കഴിഞ്ഞ ഡെക്കാഡ് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ ഗ്ലോബലി എത്രാം സ്ഥാനത്താണ്? ഇന്ത്യ 3ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യക്ക് 3rd റാങ്ക് ഉണ്ട് ഫോറസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിൽ. ഇനി ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഉള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ 10ാം സ്ഥാനത്തുണ്ട് ലോകത്ത് തന്നെ. In 2020, the forest covered 24% of India's total geographical, accounting for 2% of the world's total forest area. നമ്മുടെ ഒരു ഫോറസ്റ്റ് പോളിസി അനുസരിച്ചിട്ട് എന്താണ്, നമ്മുടെ ഫോറസ്റ്റ് പോളിസി അനുസരിച്ച് ഇന്ത്യയുടെ 33% നമുക്ക് ഫോറസ്റ്റ് കവർ വേണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഈ നിലവിൽ ഇന്ത്യക്ക് എത്ര ശതമാനം ഉണ്ട്? 24% ആണ്. നമ്മുടെ ടോട്ടൽ ജോഗ്രഫിക്കൽ ഏരിയയുടെ 24% ഫോറസ്റ്റ് കവർ ആണ് നമുക്കുള്ളത്. അത് വേൾഡിന്റെ മൊത്തം 2% ഫോറസ്റ്റ് ഏരിയ ഇന്ത്യയിലുണ്ട്. വേൾഡിന്റെ മൊത്തം 2% ഫോറസ്റ്റ് ഏരിയ നമുക്ക് ഇന്ത്യയിലുണ്ട്. അത് തന്നെ നമ്മൾ 10th ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. ഇവിടെ ടോപ്പ് കൺട്രീസ് ആണ് ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത് ടോപ്പ് കൺട്രീസ് കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന ബ്രൗൺ കളർ നമ്മൾ കാണുന്ന വെച്ചാൽ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ അവരുടെ ജോഗ്രാഫിക്കൽ ഇതനുസരിച്ച് എത്രയുണ്ട്, ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും പിന്നെ അവരുടെ വേൾഡ് ഫോറസ്റ്റ് ഏരിയയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ബ്രസീലാണ് ആദ്യം വരുന്നത്, പിന്നെ പെറു സെക്കൻഡ് വരുന്നുണ്ട്, പിന്നെ DRC ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് വരുന്നത്. റഷ്യ, ഇന്തോനേഷ്യ, കാനഡ, USA, ഇന്ത്യ ഇപ്പൊ എത്ര ഏരിയയുടെ കാര്യത്തിൽ നോക്കിയാൽ അല്ലെ, ഇന്ത്യ, പിന്നെ ചൈന, ഓസ്ട്രേലിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, റഷ്യയിലാണ് ശരിക്കും വേൾഡിന്റെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഏരിയ, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വേൾഡ്സ് ഫോറസ്റ്റ് ഏരിയയിൽ കൂടുതൽ വരുന്നത് റഷ്യയാണ്. പക്ഷെ ജോഗ്രഫിക്കൽ ഏരിയ, കൺട്രിയുടെ ഏറ്റവും കൂടുതൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ ഫോറസ്റ്റ് കൂടുതൽ വരുന്നത് ബ്രസീലിലാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇന്ത്യയുടെ 24% ഉണ്ട്, പിന്നെ 2% വേൾഡിന്റെ ഫോറസ്റ്റ് ഏരിയ ഇന്ത്യക്കുണ്ട്. ഓക്കെ, then in August 2021, the Plastic Waste Management Amendment Rules 2021 was notified, which is aimed at phasing out single-use plastic by 2022. ഓക്കെ, നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് അമെന്റ്മെന്റ് അനുസരിച്ചിട്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമ്മൾ 2022 ആകുമ്പോഴത്തേനും എല്ലാം നമ്മൾ മാറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്.
Then draft regulation on extended producer responsibility for plastic packaging was notified. എന്താണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഫോർ പ്ലാസ്റ്റിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞൊരു ഡ്രാഫ്റ്റ് റെഗുലേഷൻ വന്നിട്ടുണ്ട്. ദ കംപ്ലയൻസ് സ്റ്റാറ്റസ് ഓഫ് ഗ്രോസ്ലി പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദ ഗംഗ മെയിൻ സ്റ്റെം and its tributaries improved from 39% in 2017 to 81% in 2020. Okay, compliance status of grossly polluting industries. ഈ പൊല്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് നമുക്ക് 39% നിന്ന് 81% ആയിട്ട് കൂടിയിട്ടുണ്ട്. ദെൻ ദ കോൺസിക്വൻറ്റ് റിഡക്ഷൻ ഇൻ എഫ്ലുവൻറ്റ് ഡിസ്ചാർജ് ഹാസ് ബീൻ ഫ്രം 349.13 million of liters per day in 2017 to 280.20 million liters per day in 2020. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ഡിസ്ചാർജ് അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എമൗണ്ടും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ദ പ്രൈം മിനിസ്റ്റർ ആസ് എ പാർട്ട് ഓഫ് നാഷണൽ സ്റ്റേറ്റ്മെന്റ് ഡെലിവേർഡ് അറ്റ് ദ 26th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് COP26 in Glasgow in November 2021 announced ambitious targets to be achieved by 2030 to enable further reduction in emissions. അപ്പോൾ COP26 ഗ്ലാസ്ഗോയിൽ പോയപ്പോൾ മോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു വെച്ചിട്ടുണ്ട് 2030 ആകുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്തിരിക്കും. ദ നീഡ് ടു സ്റ്റാർട്ട് ദ വൺ വേർഡ് മൂവ്മെന്റ് ലൈഫ് എന്താണ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് urging mindful and deliberate utilization instead of mindless and destructive consumption was underlined. നമുക്ക് മൈൻഡ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസംഷൻ നമുക്ക് പാടില്ല. നമ്മൾ എന്താണ് ഒരു വൺ വേർഡ് മൂവ്മെന്റ്, നമുക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ലൈഫ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അതായത് ഡെലിബറേറ്റ് യൂട്ടിലൈസേഷൻ, മൈൻഡ്ഫുൾ ആൻഡ് ഡെലിബറേറ്റ് യൂട്ടിലൈസേഷൻ ആണ് വേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് മൈൻഡ്ലെസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് കൺസംഷൻ. നശിപ്പിക്കുന്ന തരത്തിലുള്ള കൺസംഷൻ അല്ല വേണ്ടേ, നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പോകുന്ന, അതായത് പ്രോപ്പർലി എല്ലാം യൂട്ടിലൈസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 7 നമുക്ക് പോകാം. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു നോക്കാം. അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിരുന്നു. നോക്കാം. ദ അഗ്രികൾച്ചർ സെക്ടർ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻഡ് ഗ്രോത്ത് ഇൻ പാസ്റ്റ് 2 years അക്കൗണ്ടിങ് ഫോർ എ സൈസബിൾ 18.8% in gross value added of the country, registering a growth of 3.6% in 2020-21 and 3.9% in 2021-22. ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അഗ്രികൾച്ചർ വാസ് ദ മോസ്റ്റ് പെർഫോമിംഗ് സെക്ടർ ഡ്യൂറിങ് ദ COVID-19 പാൻഡമിക്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട്. മിനിമം സപ്പോർട്ട് പ്രൈസ് പോളിസീസ് ബീങ് യൂസ് ടു പ്രൊമോട്ട് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് പോളിസി MSP വന്നപ്പോൾ അത് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനെ സഹായിച്ചിട്ടുണ്ട്. അതായത് കൂടുതലായി ക്രോപ്പുകൾക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് റിസീവ്ഡ് ഫ്രം ക്രോപ്പ് പ്രൊഡക്ഷൻ ഹാവ് ഇൻക്രീസ്ഡ് ബൈ 22.6% in the latest situation assessment survey compared to SIS report of 2014. അപ്പോൾ SIS റിപ്പോർട്ട് 2014 വെച്ച് നോക്കുമ്പോൾ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നുള്ള റിസീപ്റ്റ് എന്ന് പറയുന്നത് 22.6% ഇംപ്രൂവ്മെന്റ് ആണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. Allied sectors including animal husbandry, dairying and fisheries are steadily emerging to be high growth sectors and major drivers of overall growth in agriculture sector. നമ്മുടെ അലൈഡ് സെക്ടേഴ്സ്, അനിമൽ ഹസ്ബൻഡറി, ഡയറിങ്, ഫിഷറീസ് ഒക്കെ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഫിഷറീസ് സെക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറഞ്ഞിട്ടൊരു സ്കീം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഡയറിങ്, ആനിമൽ ഹസ്ബൻഡറി രംഗത്തൊക്കെ നമുക്ക് രാഷ്ട്രീയ ഗൂഗിൾ മിഷനും അങ്ങനെ ഉള്ള മിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. The livestock sector has grown at a compound annual growth rate of 8.915% over the last 5 years ending 2019-20. ലൈഫ്സ്റ്റോക്ക് സെക്ടറിൽ നമുക്ക് ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത്. Then it has been a stable source of income across groups of agricultural households accounting for about 15% of their average monthly income. ഈ ലൈഫ് സ്റ്റോക്ക് സെക്ടർ എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡിന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അതായത് അവരുടെ മന്ത്ലി ഇൻകത്തിന്റെ ഒരു 15% എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇതിൽ നിന്ന് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ അല്ലേ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് നടക്കുന്നത്. ദെൻ ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ്സ്
food processing through various measures of infrastructure development, subsidized transportation, and support for formalization of micro food enterprises. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സബ്സിഡൈസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ, സപ്പോർട്ട്, എന്തിനു മൈക്രോ ഫുഡ് എൻ്റർപ്രൈസിനുള്ള സപ്പോർട്ട്, ഇതെല്ലാം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ റൺസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫുഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ദ വേൾഡ്. അല്ല, ഇന്ത്യയുടെ ലാർജസ്റ്റ് ഫുഡ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്താണ്? നമ്മുടെ PDS സിസ്റ്റം വഴിയായിട്ടുള്ള ഫുഡ് മാനേജ്മെന്റ്, നമ്മുടെ FCA വഴിയായിട്ടുള്ള പ്രൊക്യൂർമെന്റ് എല്ലാം നടത്തുന്നുണ്ട്. ഗവൺമെന്റ് ഹാസ് ഫർദർ എക്സ്റ്റെൻഡഡ് ദ കവറേജ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി നെറ്റ്വർക്ക് ത്രൂ സ്കീംസ് ലൈക്ക് PM ഗരീബ് കല്യാൺ യോജന. ഇത് നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന, പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആണ്. അപ്പോൾ അതുവഴിയായിട്ട് കുറേ ഫുഡ് സെക്യൂരിറ്റി ഗവൺമെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 8 ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രി നമുക്ക് താഴോട്ട് പോയി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയ ഒരു സെക്ടറാണ്, പക്ഷെ അതിൽ നിന്നും കയറി വന്നിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ IIP grew at 17.4% year-over-year during April-November 2021 as compared to -15.3% in April-November 2020. ആണ് ഒരു മൈനസിലേക്ക് പോയ ഒരു സംഭവമാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഈ IIP എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ചധികം വസ്തുക്കൾ വരുന്നുണ്ട്. അപ്പം അതിനൊരു നല്ലൊരു ഗ്രോത്ത്, മൈനസിലേക്ക് പോയതാണ്. -15 നിന്ന് അത് പോസിറ്റീവ് 17.4% ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ ദ ഇന്ത്യൻ റെയിൽവേസ് ഹാസ് ഇൻക്രീസ് ടു 1,55,181 crores in 2020-21 from an average annual of rupees 45,980 crores during 2009-14, and it has been budgeted to further increase to 2,15,058 crores in 2021-22, a 5 times increase in comparison to the 2014-11. ഈ റെയിൽവേയിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാണാം. റെയിൽവേയിലേക്ക് കൂടുതൽ മണി മാറ്റി വെച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റെയിൽവേ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മൾ 400 വന്ദേ ഭാരത് ട്രെയിൻസ് ഇവിടെ നമ്മുടെ ബജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എല്ലാം ആ ഒരു ഇൻഫ്രയിലേക്ക്, റെയിൽവേയിലേക്ക് കുറേ മാറ്റങ്ങൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ട ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നന്നായിട്ട് ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ പെർ ഡേ ഇൻക്രീസ് സബ്സ്റ്റാൻഷ്യലി in 2020-21 to 36.5 kilometers per day from 28 kilometers per day. അതായത് ഒരു ദിവസം നമ്മൾ എത്ര റോഡ് നിർമ്മിക്കുന്നുണ്ട് ആവറേജ് ഇന്ത്യയിൽ, അത് 36.5 കിലോമീറ്ററായി മാറി. 28 കിലോമീറ്ററിൽ നിന്ന് 30% വർധനമാണ് ഉണ്ടായത് റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിൽ. ദെൻ നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ് റേഷ്യോ ഓഫ് ലാർജർ കോർപ്പറേറ്റ്സ് റീച്ച്ഡ് ആൻ ഓൾ ടൈം ഹൈ ഓഫ് 10.6% in July-September quarter of 2021-22 despite the pandemic. The net profit to sales ratio, നമുക്ക് സെയിൽസും അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് അനുസരിച്ചുള്ള ഒരു റേഷ്യോ ആണ് കോർപ്പറേറ്റുകളിൽ. അത് ഈ അടുത്ത കാലഘട്ടത്തിനേക്കാളൊക്കെ വളരെ ഹൈ ആയിട്ട് 10.6% എത്തിയിരിക്കുന്നു. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, മേജർ ബൂസ്റ്റ് പ്രൊവൈഡഡ് ടു ഇൻഫ്രാസ്ട്രക്ചർ ബോത്ത് ഫിസിക്കൽ ആസ് വെൽ ആസ് ഡിജിറ്റൽ along with the measures to reduce transaction cost and improve ease of doing business would support the pace of recovery. ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്താണെന്ന് നമ്മുടെ സ്കീമിൻ്റെ ചാപ്റ്റർ, അതായത് എക്കണോമിക്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് സ്കീംസ് എല്ലാം കൂടിയിട്ട്, എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീംസ് എല്ലാം കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് PLI സ്കീം എടുക്കുന്നുണ്ട്, അത് നിങ്ങൾ പോയി കാണണം. അത് ഈ PLI സ്കീം എന്ന് പറയുന്നത് ഒരു ബൂസ്റ്റാണ്, ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ബൂസ്റ്റിംഗ് ആണ്. അതായത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനാണെങ്കിലും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനാണെങ്കിലും നല്ല രീതിയിൽ ബൂസ്റ്റ് കൊടുക്കുന്നതാണ് PLI സ്കീം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റെഡ്യൂസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൂട്ടുക, അങ്ങനെ ഇക്കോണമിക് റിക്കവറിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ചാപ്റ്റർ 9 സർവീസസ് നമുക്ക് നോക്കാം. സർവീസസ് വളരെ ബാക്കിലോട്ട് പോയൊരു സംഗതിയാണ്, പക്ഷേ നമുക്ക് സർവീസസ് എക്സ്പോർട്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള സർവീസസുകൾ കോവിഡിൻ്റെ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാകെ കോണ്ടാക്ട് വരുന്ന സർവീസസ് ആണ് സർവീസ് സെക്ടറിൽ പുറകിലോട്ട് പോയത്. GVA ഓഫ് സർവീസസ് ക്രോസ്ഡ് പ്രീ പാൻഡമിക് ലെവൽ ഇൻ July-September quarter of 2021-22. However, GVA ഗ്രോസ് വാല്യൂ ആഡർ ആണ്. ഗ്രോസ് വാല്യൂ ആഡർ ഓഫ് കോണ്ടാക്ട് ഇൻറ്റൻസീവ് സെക്ടേഴ്സ് ലൈക്ക് ട്രേഡ്, ട്രാൻസ്പോർട്ട് എക്സെട്ര സ്റ്റിൽ റിമെയിൻ ബിലോ പ്രീ പാൻഡമിക് ലെവൽ. കണ്ടോ, ട്രേഡ്, ട്രാൻസ്പോർട്ട് ഇതൊക്കെ ഇപ്പോഴും കുറവാണ്, ബാക്കിയുള്ള അല്ലാത്ത സംഭവങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. Overall services sector GVA is expected to grow by 8.2% in 2021-22. നമ്മൾ എക്സ്പെക്റ്റഡ് ടു ഗ്രോ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരുമെന്ന്.
During April-December 2021, rail freight crossed its pre-pandemic level, while air freight and port traffic almost reached their pre-pandemic levels. Domestic air and rail passenger traffic are increasingly gradually shows impact of second wave was much more muted as compared to during first wave. April-December 2021 കാലഘട്ടം നോക്കുമ്പോൾ നമുക്ക് റെയിൽ ഫ്രൈറ്റ് എന്ന് പറയുന്നത് അത് പ്രീ പാൻഡമിക് ലെവലിനേക്കാളും കൂടിയിട്ടുണ്ട് കണ്ടോ, പ്രീ പാൻഡമിക് ലെവലിനേക്കാളും കൂടിയിട്ടുണ്ട്. പക്ഷെ എയർ ഫ്രൈറ്റ്, പോർട്ട് ട്രാഫിക് അതും ഏതാണ്ട് പ്രീ പാൻഡമിക്, അതായത് നമുക്ക് ഈ കോവിഡ് വന്നതിന് മുന്നുള്ള ലെവൽ എങ്ങനെയാണ് ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം. ഡൊമസ്റ്റിക് എയർ ആൻഡ് റെയിൽ പാസഞ്ചർ ട്രാഫിക് അതും പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. അത് ഫസ്റ്റ് വേവിനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വലിയ പാൻഡമിക് പറഞ്ഞതിന് മുന്നേ ഈ പറഞ്ഞ റെയിൽവേ ചരക്ക് നീക്കങ്ങൾ, അതുപോലെ എയറിലുള്ള വിമാനങ്ങൾ മൂലമുള്ളത്, പോർട്ടുകൾ മൂലമുള്ളത്, ഇതെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുന്നു. വലിയ മാറ്റം വന്നിട്ടില്ല, ചെറുതായി വന്നുകൊണ്ടിരിക്കുന്നു. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 2021-22, സർവീസ് സെക്ടർ റിസീവ്ഡ് ഓവർ $16.7 billion FDI, accounting for almost 54% of total FDI inflows into India. സർവീസ് സെക്ടറിലേക്ക് വന്ന FDI എന്ന് പറയുന്നത് ടോട്ടൽ FDI ഇൻഫ്ലോസിന്റെ 54% ആണ്. കണ്ടോ, ടോട്ടൽ FDI ഇൻഫ്ലോസ് ഇന്ത്യയിലേക്ക് വന്നതിന്റെ ഏറ്റവും കൂടുതൽ FDI വന്നത് ഏത് സെക്ടറിലേക്കാണ്? സർവീസ് സെക്ടറിലേക്കാണ്. നമുക്ക് ഓർത്ത് വെക്കാം ആ പോയിന്റ്. അതായത് മോർ ദാൻ 50% ഇൻഫ്ലോ ടു സർവീസ് സെക്ടർ ആസ് FDI. IT BPM സർവീസസ്, അതായത് IT ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ്, അതിന്റെ റവന്യൂ റീച്ച്ഡ് $194 billion in 2020-21, adding 1.38 lakh employees during the same period. അവിടെ വളർച്ചയാണ് കാണിക്കുന്നത്. റവന്യൂ കൂടിയിട്ടുണ്ട്, എംപ്ലോയീസും കൂടിയിട്ടുണ്ട്. മേജർ ഗവൺമെന്റ് റിഫോംസ് ഇൻക്ലൂഡ് റിമൂവിംഗ് ടെലികോം റെഗുലേഷൻസ് ഇൻ IT BPO സെക്ടർ ആൻഡ് ഓപ്പണിംഗ് അബൌട്ട് സ്പേസ് സെക്ടർ ടു പ്രൈവറ്റ് പ്ലെയേഴ്സ്. ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്പേസ് സെക്ടർ പ്രൈവറ്റ് ആൾക്കാർക്ക് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് സ്പേസിലേക്ക് വേണ്ട, നമുക്ക് ഈ സ്പേസ് സെക്ടറിലേക്ക് വേണ്ട കുറേ റിസർച്ചും അതിന് വേണ്ട കുറേ എക്യുപ്മെന്റ്സും അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ സർവീസസ് എക്സ്പോർട്ട് സർപാസ് പ്രീ പാൻഡമിക് ലെവൽ ഇൻ January-March quarter of 2020-21 and grew by 21.6% in the first half of 2021-22, strengthened by global demand for software and IT services export. സർവീസസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് പ്രീ പാൻഡമിക് ലെവലിനേക്കാൾ കൂടിയിട്ടുണ്ട്. അത് 21.6% കൂടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് കൂടിയത് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ ആൻഡ് IT സർവീസസ് എക്സ്പോർട്ടിൽ നമുക്കൊരു ഗ്ലോബൽ ഡിമാൻഡ് വന്നു. അതിന്റെ പേരിലാണ് സർവീസ് എക്സ്പോർട്ട് ഈ പറഞ്ഞ 21.6% കൂടിയിട്ടുള്ളത്. ദെൻ ഇന്ത്യ ഹാസ് ബിക്കം three largest startup ecosystem in the world. Third largest startup ecosystem in the world after US and China. Number of new recognized startups increased to over 14,000 in 2021-22 from 733 in 2016-17. കണ്ടോ, എന്തൊരു വലിയ വളർച്ച നോക്കി. നമുക്ക് സ്റ്റാർട്ടപ്പ് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറഞ്ഞു IPO വഴി കഴിഞ്ഞ ഒരു ഡെക്കാർഡിനേക്കാൾ ഉണ്ടായതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 75 കമ്പനികൾ ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സ്റ്റാർട്ടപ്സ് കുറെ തുടങ്ങി എന്ന് പറഞ്ഞു. ഇപ്പം 2016-17 കാലഘട്ടത്തിൽ ആകെ 733 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 14,000 ആയിട്ട് അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആണ് വേൾഡിൽ. ആർക്കൊക്കെ ശേഷം US-നും ചൈനയ്ക്കും ശേഷം. ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ. Then 44 Indian startups have achieved unicorn status in 2021, taking overall tally of unicorns to 83, most of which are in service sector. Okay. Then അപ്പോൾ 44 ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എങ്കിലും ഈ യൂണിക്കോൺ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റാറ്റസ് അത്ര നേടിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ചാപ്റ്റർ 10 സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയ്മെന്റ് നോക്കാം. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയ്മെന്റിൽ നമുക്ക് വരുന്നത് 157.94 crore doses of COVID-19 vaccines administered as on 16 January 2022. 91.39 crore first dose and 66.05 crore സെക്കൻഡ് ഡോസ് അത്രയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡോസ് നമുക്ക് 91.39 crore കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡോസ് 66.05. നമുക്ക് 122 crore അല്ല അത്രയും ആൾക്കാരുണ്ട്. അതിനകത്ത് എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടില്ല, കാരണം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല,
അല്ലെ ടീനേജേഴ്സിന് തൊട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഓൾമോസ്റ്റ് എല്ലാവരിലേക്കും നമുക്ക് കോവിഡ് വാക്സിൻ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിത്ത് റിവൈവൽ ഓഫ് ഇക്കോണമി, എംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ബൗൺസ്ഡ് ബാക്ക് ടു പ്രീ പാൻഡമിക് ലെവൽസ് ഡ്യൂറിംഗ് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2020-21. എംപ്ലോയ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൂടി വരുന്നു. എക്കോണമി റിവൈവ് അനുസരിച്ച് എംപ്ലോയ്മെന്റ് കൂടി വരുന്നു. As per the quarterly periodic labor force survey data up to March 2021, employment in urban sector affected by pandemic has recovered almost to the pre-pandemic level. അപ്പോൾ അർബൻ സെക്ടറിലെ എംപ്ലോയ്മെന്റ് അവിടെ എംപ്ലോയ്മെന്റ് അഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെ അത് പ്രീ പാൻഡമിക് ലെവലിന്റെ അത്രയ്ക്കും കൂടി വന്നുകൊണ്ടിരിക്കുന്നു. According to Employees Provident Fund Organization IPFO data, formalization of jobs continued during second COVID wave. Adverse impact of COVID on formalization of jobs much lower than during the first COVID wave. അതായത് COVID-19 ഈ പറഞ്ഞ ഫസ്റ്റ് വേവിൽ വന്നതിനേക്കാളും അഡ്വേഴ്സ് ഇമ്പാക്റ്റ് കുറവാണ് ജോബിന്റെ കാര്യത്തിൽ എന്ന് പറയണേ. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഒരു ഇതനുസരിച്ചിട്ട് പറയാണ്. അതായത് കോവിഡിന്റെ സെക്കൻഡ് വേവില് ഉണ്ടായിരുന്നത് സെക്കൻഡ് വേവിൽ നമുക്ക് വരുന്ന ജോബ് വീണ്ടും കയറി വരുന്നുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് വേവിനെ എത്രത്തോളം ബാധിച്ചതിനേക്കാളും വളരെ കുറവാണ്. എക്സ്പെൻഡിച്ചർ ഓൺ സോഷ്യൽ സർവീസസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതേഴ്സ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് GDP increased from 6.2% in 2014-15 to 8.6% in 2021-22. അപ്പോൾ സോഷ്യൽ സർവീസസിലുള്ള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെയുള്ള ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.2-ൽ നിന്ന് 8.6% ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് കുറെ മണി നമുക്ക് അവൈലബിൾ ആക്കി, മണി ഇൻജക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹെൽത്ത് സെക്ടറിലേക്ക് വേണ്ടി ഗവൺമെന്റ് കുറെ മണി കൊടുത്ത കാര്യം നമ്മൾ വായിച്ചാണ്. 50,000 crore കൊടുത്ത കാര്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ലേ. Then as per the National Family Health Survey 5, total fertility rate, നമ്മുടെ TFR came down to 2 in 2019-21 from 2.2 in 2015-16. അപ്പോൾ ആവറേജ് ഒരു സ്ത്രീക്ക് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞതാണ് ആവറേജ് ഒരു സ്ത്രീക്ക് 2.2 കുട്ടികൾ, അതായത് 2 കുട്ടികളിൽ കൂടുതൽ ജനിക്കാം, 2 അല്ലെങ്കിൽ 3 കുട്ടികൾ ജനിക്കാം. അത് കുറഞ്ഞു, 2 കുട്ടികളാണ് ഒരു സ്ത്രീക്ക് ജനിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ളൊരു ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമുക്ക് അതാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ TFR റേറ്റ് കുറയാന്ന് പറയുമ്പോൾ അത് നല്ലതായിട്ടാണ് നമ്മുടെ ഇക്കോണമിയുടെ വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് ഹാവ് ഇംപ്രൂവ്ഡ് ഇൻ 2019-21 ഓവർ ഇയർ 2015-16. അപ്പോൾ ഈ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്, അതായത് ഹോസ്പിറ്റലുകളിലുള്ള ഡെലിവറി അത് കൂടിയിട്ടുണ്ട്. അണ്ടർ ജലജീവൻ മിഷൻ 83 ഡിസ്ട്രിക്റ്റ് ഹാവ് ബിക്കം ഹർ ഘർ ജൽ ഡിസ്ട്രിക്റ്റ്. അതായത് ഓരോ വീട്ടിലും നമുക്ക് വെള്ളം എത്തിക്കാമെന്നുള്ളൊരു പദ്ധതി, അത് ജലജീവൻ മിഷന്റെ കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. 83 ഡിസ്ട്രിക്റ്റുകളിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഇൻക്രീസ്ഡ് അലോട്ട്മെന്റ് ഓഫ് ഫണ്ട്സ് ടു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ടു പ്രൊവൈഡ് ബഫർ ഫോർ അൺഓർഗനൈസ്ഡ് ലേബർ ഇൻ റൂറൽ ഏരിയാസ് ഡ്യൂറിംഗ് ദ പാൻഡമിക് ഉണ്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി വഴിയായിട്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ, റൂറൽ ഏരിയയിലെ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും. അവരുടെ ഫണ്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കണോമിക് സർവേ ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഈ ചാനലിലൂടെ വരുന്ന പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ വേഗം ലഭിക്കാവുന്ന കാര്യം നിങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ന് നമ്മുടെ ഇതിലൂടെ നടത്തുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് താലിസ്മാൻ IAS അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിൽ അംഗമായിട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.